Magic morning all. മാജിക് മോർണിംഗ്. ഓക്കെ, മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ആക്കി ഇരിക്കുക. പിന്നെ നമ്മളുടെ ഇന്ന് നമുക്ക് നാഫീസ് സാറാണ് ക്ലാസ് എടുക്കുന്നത്. അവര് കയറിയിട്ടില്ല, ഒന്ന് വിളിച്ചു നോക്കിയിട്ട് ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, പിന്നെ എന്തെല്ലാം എല്ലാവരുടെ വിശേഷം പറഞ്ഞോളൂ. കുറച്ചേരം അങ്ങനെ പോട്ടെ. നല്ല മെഡിറ്റേഷനും നല്ല പോസിറ്റീവ് ക്ലാസ്സുകളും കേൾക്കുന്നതിലൂടെ ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടുന്നു, നല്ല സുഖം കിട്ടുന്നു, സന്തോഷം സമാധാനം ഒക്കെ ഉണ്ട്. എല്ലാവരും മാക്സിമം വീഡിയോ ഓൺ ആക്കൂ. ഒരാളെ ചെയ്തിട്ടുള്ളൂ. മാക്സിമം വീഡിയോ ഓൺ ആക്കിയിരിക്കുക എല്ലാവരും. അപ്പോൾ ട്രെയിനർ കയറുന്ന വരെ നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. വേറെ നമ്മളെ മീറ്റപ്പിനെ കുറിച്ച് തന്നെയാണ് പറയാം. ഓക്കെ, എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറഞ്ഞോളൂ. അതെ, നമ്മള് മീറ്റപ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെ, ഡിസംബർ 4-ാം തീയതിയാണല്ലോ മീറ്റപ്പ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതെ, അപ്പൊ അന്ന് മാക്സിമം ആളുകളും പങ്കെടുക്കുക. ഹലോ, പറ. ഹായ് ഷീജ. അപ്പൊ മീറ്റപ്പ് ഷീജയ്ക്കൊന്നും ഇപ്പൊ വരാൻ പറ്റുമോ തോന്നുന്നില്ല, വിശാഖപട്ടണത്തല്ലേ, നാട്ടിലുള്ള സമയത്ത് കൂടാ. അപ്പൊ 4-ാം തീയതി നമ്മളെല്ലാരും കൂടി ഒന്ന് ഓഫ്ലൈൻ ആയിട്ട് ഒത്തുകൂടെ. എന്നും ഓൺലൈനിലല്ല എല്ലാരും കാണുക. അപ്പൊ ഓഫ്ലൈൻ ആയിട്ട് എല്ലാരും കൂടി ഒന്ന് കാണാനുള്ള തീരുമാനമാണ്. പരമാവധി ആൾക്കാർ പങ്കെടുക്കുക. 4-ാം തീയതിയാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് പോസ്റ്റർ ഇന്ന് ഇറങ്ങും മീറ്റപ്പിനെ കുറിച്ച്. വേറെ ആരും ഇല്ലേ? അഭിപ്രായങ്ങളൊക്കെ വരട്ടെ എല്ലാരതും. ആരും ഒന്നും വീഡിയോ ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ ആരെങ്കിലും ഒക്കെ. എവിടുന്നാ മീറ്റപ്പ്? കൊണ്ടോട്ടി നമ്മളെ സേഫ് സാറിന്റെ ഓഫീസിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മളുടെ മാസ്റ്റർ ട്രെയിനർ ആയിട്ടുള്ള നാഫീസ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പാരന്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഇന്ന് സർ സെഷൻ എടുക്കുന്നത്. അപ്പോൾ സാറെ നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം സർ, സ്റ്റാർട്ട് ചെയ്തോളൂ. താങ്ക് യു. ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ. പാരന്റിംഗ് ആണ് ഇന്ന് നാം പരസ്പരം ഷെയർ ചെയ്യുന്ന വിഷയം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും പേരൻസ് ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിലെ ആർക്കൊക്കെയാണ് ഒന്നിൽ കൂടുതൽ മക്കളുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഹലോ, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓഡിബിൾ അല്ലേ മാഡം? യെസ്, ഓഡിബിൾ ആണ്. ഒന്നിൽ കൂടുതൽ മക്കളുള്ളവരൊന്ന് പറയൂ. 3 ആളുണ്ട്. 2. അതാ ഞാൻ ചോദിക്കും. കാരണം എന്താ വെച്ചാലേ, ഒരു മക്കളുള്ള ഒരു മകനാണെങ്കിൽ അത് ശരിക്കും രക്ഷിതാവാതെ നമുക്ക് പറയാൻ സാധിക്കില്ല. ശരിക്കും രക്ഷിതാവായോ എന്നുള്ളത്. ഒരാളാവുമ്പോൾ
കുറെ കാര്യങ്ങൾ കെയർ ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും. ഒന്നിൽ കൂടുതൽ മക്കൾ വരുമ്പോഴാണ് തനി സ്വഭാവം പ്രകടമാക്കുന്നത്. അതുവരെ കുറെ ഹൈഡ് ചെയ്ത കുറെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാകുക. ഓക്കെ. അപ്പോൾ കുറെ പേരുണ്ട്. 1 2 പേര് മാത്രമാണ് ഒരു മക്കളുടെ രക്ഷിതാവായിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? അവർക്ക് നമ്മൾ കാര്യങ്ങൾ പങ്കുവെക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ബിഹൈൻഡ് യുവർ പാരന്റിങ് യുവർ ചിൽഡ്രൻ? ടെക്സ്റ്റോ വോയിസ് ആരെങ്കിലും ഒന്ന് പങ്കുവെക്കൂ. നന്നായി വളർത്തിക്കൊണ്ട് വരിക എന്നുള്ള ഉദ്ദേശം. സോറി, നന്നായി വളർത്തിക്കൊണ്ട് വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തു കൊടുക്കുന്നത്. നന്നായി വളർത്തിക്കൊണ്ടുവരിക. ഓക്കെ, നമുക്കും അതേപോലെ തന്നെ സൊസൈറ്റിക്കും ഉപകാരപ്രദമാവുന്ന ലെവലിൽ അവരെത്തണേ, നല്ല ലെവലില്. യെസ്, നമുക്കും നമ്മുടെ സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക്. യെസ്, പിന്നെ ഓക്കെ. ഇതില് ഞാൻ ചോദിക്കും കാരണം പല രക്ഷിതാക്കളോടും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ പല രക്ഷിതാക്കളും മക്കളെ പറ്റി കംപ്ലൈന്റുമായി വന്ന് കൗൺസിലിംഗ് വരുന്ന സമയത്ത് അവർ പറയുന്നത്, ഈ മക്കളെ കൊണ്ട് എനിക്കിനി ഒരു ഉപകാരം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞാൻ പ്രായമായി കഴിഞ്ഞ് അസുഖമായി കിടക്കുന്ന സമയത്ത് കുട്ടികൾ തന്നെ തിരിഞ്ഞു നോക്കാൻ തന്നെ ചാൻസ് ഇല്ല. ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ ആദ്യം മാറ്റേണ്ടതുണ്ട്. നമുക്ക് പ്രായമാകുന്ന സമയത്ത് നമ്മളെ പരിപാലിക്കാനോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ വേണ്ടിയല്ല നാം നമ്മളെ മക്കളെ വളർത്തുന്നത്. പാരന്റിങ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി, നോട്ട് എ ഡ്യൂട്ടി. നമ്മുടെ മക്കളെ വളർത്തുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തം, അത് നമുക്കൊരു വലിയൊരു അവസരമാണ്. ഈ വരും കാലഘട്ടത്തിൽ ലോകത്തെ നിയന്ത്രിക്കേണ്ട മക്കള്, അല്ലെങ്കിൽ ഒരു മന്ത്രി ആവേണ്ട, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്മാൻ ആവേണ്ട, അങ്ങനത്തെ വ്യത്യസ്തമായ മേഖലയിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരമാണ് ശരിക്കും പാരന്റിങ് എന്നുള്ളത്. ഒരു ഡ്യൂട്ടി അല്ല. നമ്മൾ എപ്പോഴാണോ പാരന്റിങ്ങിനെ ഡ്യൂട്ടിയായി കാണുന്നത്, അന്ന് മുതൽ നമുക്ക് പ്രയാസമായിരിക്കും ഉണ്ടാവുക. അപ്പോഴൊക്കെ ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാവുന്ന വലിയ ചടപ്പും വലിയ മടുപ്പൊക്കെ രക്ഷാക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാരന്റിങ് എന്നുള്ളത് ഒരു ഡ്യൂട്ടി അല്ല, ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി ആകുമ്പോൾ തന്നെ ഇനി നാം വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ മക്കളെ എങ്ങനെയാണോ വളർത്തിയത്, എത്ര സമയം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്, അതെല്ലാം പ്രായമായി കഴിഞ്ഞ് ഞാൻ വല്ല അസുഖമായി കിടക്കുന്ന സമയത്ത് എനിക്ക് തിരിച്ച് കിട്ടണമെന്ന് ആ ഒരു പ്രതീക്ഷ ആരും വെക്കരുത്. ചില രക്ഷിതാക്കളുടെ ഒരു രീതി തന്നെ എന്താണ്, ഞാൻ പ്രായമാവും, അസുഖമായിട്ട് ബെഡിൽ ഇങ്ങനെ കയറി കിടക്കും, ഒന്നിനും സാധിക്കാത്ത സമയത്ത് എന്നെ വന്ന് സഹായിക്കേണ്ട ആളുകളാണ് മക്കള്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് എന്ത്, നമുക്ക് നല്ലോണം പ്രായമാവും, അസുഖമായി നമ്മൾ ബെഡുമ്മ കിടക്കും, നല്ല പ്രതിസന്ധിയിലാവും. അതൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ മനസ്സിൽ ഫിക്സ് ആക്കി. എന്നിട്ട് നമ്മളെ അവർ സഹായിക്കണം, ആ ചിന്താഗതി ശരിയല്ല. മറിച്ച് അവർ ഇങ്ങോട്ട് സഹായിക്കുമെന്നത് വേറെ കാര്യം. ഇറ്റ് ഈസ് ദെയർ ഓൺ ഡ്യൂട്ടി ഓർ ദെയർ ഓപ്പർച്യൂണിറ്റി. നമ്മുടെ ഞാൻ 3 മക്കളുടെ രക്ഷിതാക്കളാണ്, 3 മക്കളുടെ രക്ഷിതാവാണ്. നമ്മുടെ ഇപ്പോഴത്തെ എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഈ സൊസൈറ്റിത്തെ ഒരു പൊതു മുതലിനെ മനോഹരമായി വളർത്തുക എന്നുള്ളത് മാത്രമായി. ഇതാണ് നമ്മുടെ അവസരം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്തേക്കാം. അത് നമ്മൾ ഓവർ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഒരു കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ മക്കളെ വളർത്തുന്നത് അല്ലെങ്കിൽ കൃത്യമായി പരിപാലനം ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴാണ് തുടങ്ങേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഒന്ന് കമന്റ് ചെയ്യൂ, അല്ലെങ്കിൽ വോയിസിൽ പറയൂ. നമ്മൾ എപ്പോഴാണ് ആരംഭിക്കേണ്ടത്? ഗർഭകാലത്തിൽ തന്നെ ആരംഭിക്കണം സാർ. സോറി, ഗർഭകാലത്ത്? അപ്പോൾ തന്നെ തൊട്ട് നമ്മുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരിക്കണം. യെസ്, ഗർഭകാലത്ത്. ദെൻ വേറെ മറുപടിയല്ലോ? കുഞ്ഞുണ്ടായത് മുതൽ തന്നെ തുടങ്ങണം. ഉണ്ടായത് മുതൽ. അതില്
ഇനി ഞാൻ പറയാ അതിന്റെ മുമ്പ് തന്നെ, വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പ് തന്നെ നോക്കണം എന്നുള്ളതാണ്. അതെ ഇനിയിപ്പോ ഞാനത് അതിപ്പോ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് രണ്ടാമത്തെ കാര്യം. ഇപ്പൊ വിവാഹം കഴിച്ച് പ്രഗ്നൻസി വന്ന് മക്കളായി ആ മക്കളെ വളർത്തുന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ശരിക്കും അതൊരു സ്റ്റാർട്ടിങ് എന്നുള്ളത് വിവാഹത്തിന്റെ മുമ്പ് ഒരാളെ പെയറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ആ ഒരു വിഷയത്തിൽ നമ്മൾ കൂടുതൽ ഞാൻ പങ്കുവെക്കുന്നില്ല. ഇനി പങ്കുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ റീകവർ ചെയ്തിട്ട് അത് വേണ്ടായിരുന്നില്ല, നമ്മൾ നമ്മുടെ ഇണയെ പറ്റി ആലോചിക്കും, ഇണ നമ്മളെ പറ്റിയിട്ട് ആലോചിക്കും. പിന്നെ അത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, മറിച്ച് അപ്പോഴെല്ലാം തയ്യാറാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മക്കളാവുമ്പോഴും സാധാരണ പറയാറുണ്ട്, പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചുണ്ടാകുന്ന മക്കളായിരിക്കണമെന്ന്. കാരണം ചില ആൾ വിവാഹം കഴിക്കും, എന്നിട്ട് അവർ ആദ്യം തീരുമാനിക്കും 2-3 വർഷം കഴിഞ്ഞിട്ട് മതി മക്കൾ എന്നുള്ളത്. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രഗ്നന്റ് ആണ് എന്ന് അറിയുമ്പോൾ ആ സമയത്തുള്ള ഫസ്റ്റ് ഫീലിംഗ് അത് നല്ല സ്വാധീനിക്കുന്നതാണ്. ചില ആണുങ്ങൾ പറയും, എടാ പെട്ടുപോയി, ഞാൻ എന്താ ചെയ്യുക, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയും. ലേഡീസും അങ്ങനെ തന്നെ പറയാറുണ്ട്. പക്ഷെ പ്രഗ്നന്റ് ആണ് എന്ന് പറയുന്ന സമയത്തുണ്ടാവുന്ന ഫസ്റ്റ് ഫീലിംഗ് ഉണ്ടല്ലോ, അത് നല്ലോണം സ്വാധീനിക്കും. എനിക്കറിയാം, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ ഒരു ഇഷ്യൂ. ആദ്യം പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു. അപ്പോൾ ആ ഹസ്ബൻഡിന് ഒരിക്കലും താല്പര്യം ഉണ്ടായിരുന്നില്ല ആ കുട്ടിയെ. പക്ഷെ ഭാര്യ സ്ട്രോങ് ആയി നിന്നു, അവർ ഡെലിവറി ചെയ്തു, പെൺകുട്ടിയാണ്. ഇപ്പൊ ആ പെൺകുട്ടി 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ആ അച്ഛന് ആ കുട്ടിയുള്ള മാനസികാവസ്ഥ ഇപ്പോഴും അടുത്തു വന്നിട്ടില്ല. രണ്ടാമത്തെ കുട്ടിക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. മൂത്ത കുട്ടിയുടെ ആ ഒരു ബർത്ത്ഡേ പരിപാടികൾക്ക് പോലും ഇവർ തയ്യാറാവില്ല. എന്നാൽ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന വ്യക്തിയാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം കാശ് ചെലവായിക്കും. പക്ഷെ ഇദ്ദേഹത്തിന്റെ ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മൈൻഡ് ബ്ലോക്ക്, ആ ഒരു വെറുപ്പ്, ആ ഒരു ഇഷ്ടമില്ലായ്മ ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അദ്ദേഹം കൗൺസിലിങ്ങിന് വിധേയനാവാൻ തയ്യാറാകാത്തതുകൊണ്ട് വീണ്ടും തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം പ്രഗ്നന്റ് ആകുന്ന അറിഞ്ഞ സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ത്. ഇനി നമ്മൾ അങ്ങനെ നെഗറ്റീവ് ആണെങ്കിൽ തിരിച്ചൊക്കെ മാറ്റാവുന്നതാണ്, അത് വേറെ കാര്യം. അതുപോലെ തന്നെ മക്കളായി കഴിഞ്ഞാൽ ആ സമയത്താണ് നമ്മളൊരു 3 ഘട്ടം സാധാരണ പറയാറുണ്ട്. ആദ്യത്തെ ഒരു 7 വയസ്സ് വരെ കുട്ടികളോട് കളിക്കണം എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു 7 വയസ്സ് അതൊരു ഇംപ്രിന്റഡ് ടൈമാണ്. ആദ്യത്തെ ഒരു 6-7 വയസ്സിന്റെ മുമ്പ് നാം നമ്മുടെ മക്കളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതവിടെ ഉണ്ടാവും. നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടങ്ങൾ, നാം അവരോട് പെരുമാറുന്ന രീതികൾ, ഇതെല്ലാം കൃത്യമായും മക്കളുടെ മനസ്സിലുണ്ടാവും. കല്ലിൽ കൊത്തി വെച്ചതുപോലെ സൈക്കോളജിയുടെ ടേം പറയുന്നത് ഇംപ്രിന്റഡ് ടൈമാണ്. അതിനെ മാറ്റാൻ നമുക്ക് സാധിക്കില്ല. ഇതില് മക്കളെ തല്ലുന്നവരൊന്ന് പങ്കുവെക്കൂ. മക്കളെ തല്ലുന്നവര്. സിന്ധു മാം ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ മനസ്സിലായി തല്ലുന്ന ആളാണല്ലേ. തല്ലിട്ടൊക്കെ ഉണ്ട്. അതായത് ഞാൻ പറയുന്നത് 7 വയസ്സിന്റെ മുമ്പ് ഇല്ല, പറയൂ. തല്ലില്ല. കാരണം അവർക്ക് അപ്പൊന്ന് പറഞ്ഞാല് അത്ര ഒരു ഇതായിട്ടുള്ള പ്രായം അല്ലല്ലോ, അവര് ചെറിയ കുട്ടികളല്ലേ. ഓക്കെ, ഇനി ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാനത് വെറുതെ ഒരു 1 വേ സംസാരം ആവണമെന്ന് കരുതിയിട്ടാണ്. തച്ചവരുണ്ടോ? തല്ലാൻ നിങ്ങൾ കുട്ടികളെ അടുത്തുണ്ടായതുകൊണ്ട് ഉണ്ടാത്തതെന്ന് എനിക്കറിയില്ല. അതായത് ഇനിയിപ്പോ തീരെ തല്ലണ്ട, ശകാരിക്കണ്ട എന്നർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് തല്ലി എന്നത് എന്തിനാന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പൊ എനിക്ക് 3 മക്കളുണ്ട്. 3 ആൺമക്കളാണ്. മൂത്ത കുട്ടി 10 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ 3 ആൺമക്കൾ ഇതുവരെ തച്ചിട്ടില്ല. ഇപ്പൊ വൈഫ് അങ്ങനെ തല്ലാറില്ല. ഞാൻ എൻ്റെ വൈഫിനോട് ആകെ പറയുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ഒരു ചെറിയ ഇടക്ക് ഇതുണ്ടാകുന്നത്, എൻ്റെ മക്കളെ ഈ പ്രായത്തിൽ തല്ലുന്നത് ഇഷ്ടമില്ല, പൊരുത്തമില്ല എന്ന് ഞാൻ ഓപ്പണായി പറയാറുണ്ട്. കാരണം നമ്മൾ ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നത് എന്തിനാണ്?
ഞാൻ പറയാൻ കാരണം എന്താ, അതിലേക്ക് വരാൻ കാരണം ആദ്യത്തെ ഒരു 7 വയസ്സ് വരെ കുട്ടികളോട് കളിക്കണം എന്നുള്ളതാണ്. മനസ്സറിഞ്ഞ് കളിക്കേണ്ടതുണ്ട്. അവരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ടതുണ്ട്. ശരിക്കും നമ്മൾ പണിഷ്മെന്റ് ചെയ്യുന്നത് എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ടവർ? ഒന്ന് പങ്കുവെക്ക്. കുട്ടിയെ തല്ലുന്നത്, നീ ചൂടാവലൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ ശരിക്കും കുട്ടിയെ പണിഷ്മെന്റ് ചെയ്യുന്നത് എന്തിനാണ്? ഞാൻ 7 വയസ്സിന് താഴെയുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വെച്ച് ചൂടായിട്ട് ഇതിലെ പണിഷ്മെന്റ് നൽകിട്ടോ, അത് എന്തിനാണ്? തെറ്റ് ആവർത്തിക്കാതിരിക്കുക. എന്ത് തെറ്റ്? അപ്പൊ നമുക്ക് തോന്നിയ തെറ്റ്. യെസ്, അപ്പോൾ നമ്മൾക്ക് തോന്നിയ തെറ്റ്. യെസ്, നമുക്ക് തോന്നിയ തെറ്റ്. പേരൻസിന് തെറ്റാണെന്ന് തോന്നിയത്. എന്നൊരു ഉദാഹരണം പറയാൻ പറ്റുമോ? ചിലപ്പോ പറഞ്ഞത് അനുസരിക്കാത്തതായിരിക്കാം. പറഞ്ഞത് അനുസരിക്കാതെ. പിന്നെ വേറൊരു കാര്യം, അമ്മമാര് പറഞ്ഞോളൂ, ഉമ്മമാര് പറഞ്ഞോളൂ. ഞാൻ വീണ്ടും അവരോട് ഫോക്കസ് ചെയ്യും. അത് അവരെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മള് ചെയ്യാൻ പാടില്ലാത്ത ചെയ്യണം. ഇപ്പൊ ഒരു ഉയരത്തിലേക്ക് കയറുക, എന്നിട്ട് അയിമന്ന് ഇങ്ങോട്ട് ചാടുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമ്മള് അവർക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് അങ്ങനെ ചെയ്ത വീണ ഇങ്ങനെ ഉണ്ടാവും, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വീണ്ടും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർക്ക് അതിനൊരു പണിഷ്മെന്റ് കൊടുക്കും. ഓക്കെ, ഒന്ന് അങ്ങനെ. പിന്നെ വേറെ രക്ഷിതാക്കളൊക്കെ വളരെ സുന്ദരമായി മക്കൾ പറഞ്ഞോളൂ. അല്ല, കുട്ടികൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർക്ക് ബുദ്ധി അത്ര ഉറച്ചു വരാത്ത സമയമാണല്ലോ സാറ് പറയുന്നത്. ആ സമയത്ത് ആ കുട്ടിയുടെ അത് നല്ല രീതിയിൽ വളർത്തണോ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ശരീരത്തിനോ അല്ലെ മനസ്സിനോ കേടുപറ്റരുത് എന്നുള്ള അർത്ഥത്തിലാണ് ചെറിയ തോതിലാണ് അവരെ ശാസിക്കുന്നതും അതുപോലെ തന്നെ ചെറിയ തോതിൽ അടിക്കുന്നതും. അല്ലാതെ വലിയ തോതിൽ അവർക്ക് പരിക്ക് പറ്റുന്ന രീതിയിൽ അടിക്കുമെന്നല്ല പറയുന്നത്. ഒന്ന് അവരെ ഒരു ശാസന എന്നുള്ള രീതിയിലാണ്. ഓക്കെ, താങ്ക് യു സർ. ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ, ഒന്ന് നമുക്ക് തെറ്റായി തോന്നുന്ന കാര്യങ്ങൾ, ചില രക്ഷിതാക്കൾ തല്ലാറുള്ളത് ടൈമിൽ ഭക്ഷണം കഴിക്കാത്തതന്നെ. ഞാൻ ആ വയസ്സ് തന്നെ ഒന്നുകൂടി ഫോക്കസ് ചെയ്യാൻ പറയാൻ കാരണമാണ്. കാരണം ഭക്ഷണം കഴിക്കാത്തതിന്, വാശി പിടിക്കുന്നതിന്, ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ വികൃതി കാണിക്കുന്നതിന്, ചില കാര്യം, ഇതൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ ഏത് പ്രായത്തിലാണെങ്കിലും പണിഷ്മെന്റ് ചെയ്യണമെങ്കിൽ 2 കാര്യം നിർബന്ധമായി അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്ന്, ആ കുട്ടിക്ക് അറിയണം ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന്. അതുപോലെ തന്നെ ആ കുട്ടി ചെയ്യുന്നത് മനഃപൂർവ്വമായിരിക്കേണ്ടതുണ്ട്. ഒരു തെറ്റാണെന്ന കാര്യം അറിഞ്ഞതിന് ശേഷം അത് മനഃപൂർവ്വം ചെയ്യുമ്പോഴേ പണിഷബിളിന് ഇത് വരുന്നുള്ളൂ. അവിടെ ആ പ്രായത്തിൽ നമ്മൾ തെറ്റാന്ന് വിചാരിക്കുന്ന കാര്യം അത് തെറ്റാവണമെന്നില്ല. അതായത് ഇപ്പൊ പ്രായത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ ജനറേഷനനുസരിച്ച് ചില കാര്യങ്ങൾ, തെറ്റുകളും ശരികളും മാറി മാറി വരുന്നുണ്ട്. അതാണ് തെറ്റ്. ഇപ്പൊ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, അതുകൊണ്ട് തല്ലുന്നു. ഞാൻ സാധാരണ പറയാറുണ്ട്, കുട്ടിക്ക് എപ്പോ വിശക്കണം? അമ്മയുടെ എല്ലാ പണിയും കഴിഞ്ഞ് ഫ്രീ ആകുന്ന സമയത്ത് കുട്ടിക്ക് വിശക്കണം. ഉമ്മമാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മമാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെ പണിയെല്ലാം കഴിഞ്ഞ സമയത്ത് കുട്ടിക്ക് വിശക്കണം. അപ്പൊ അമ്മ എന്ത് ചെയ്യും? ഭക്ഷണം കൊടുക്കും. അപ്പൊ അമ്മ ഭക്ഷണം കൊടുത്തിക്കുമ്പോ കുട്ടി കഴിക്കണമെന്നില്ല. കുട്ടിക്ക് ആ സമയത്ത് വിശക്കുന്നില്ല. കുട്ടിക്ക് വിശക്കുമ്പോഴല്ലേ കുട്ടി ഭക്ഷണം കഴിക്കുള്ളൂ. അമ്മമാർക്കോ അല്ലെങ്കിൽ ചേച്ചിമാർക്കോ ഫ്രീ ആകുമ്പോ എന്ത് ആവണമെന്നില്ല, കുട്ടിക്ക് വിശക്കണമെന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ പറയുന്ന കാര്യം, ചിലപ്പോ ഈ ഏജ് കഴിഞ്ഞവരായിരിക്കും നിങ്ങളെല്ലാവരും, നിങ്ങളുടെ മക്കളെല്ലാം ചിലപ്പോൾ ഈ ഏജ് കഴിഞ്ഞവരായിരിക്കും. ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് പണിഷ് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിക്ക് അറിയുന്നില്ല എൻ്റെ അമ്മ എന്നെ എന്തിനാണ് തച്ചതെന്ന്. കാരണം കുട്ടിയുടെ വിചാരത്തിൽ ചെയ്ത് തെറ്റല്ല, ചിലപ്പോ അറിയാതെ ചെയ്തതായിരിക്കും ഉണ്ടാവുക. ഇവിടെയാണ് ആ കളിയുടെ കാര്യം ഒന്നും കൂടി വരുന്നത്. മനസ്സറിഞ്ഞ് കുട്ടികളുടെ കൂടെ കളിക്കേണ്ടതുണ്ട്. കളിക്കുക എന്ന് പറഞ്ഞാൽ അൺഡൈവേർട്ട് ടൈമോട് കൂടി. നമ്മൾ മൊബൈലിൽ കളിച്ച് നമ്മൾ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ട് ഇരുന്നിട്ടല്ല, അവർക്ക് വേണ്ടി സമയം മാറ്റി വെക്കലാണ്.
ചുരുങ്ങിയത് ഞാൻ പറയുന്നത് ആ പ്രായത്തിൽ മാത്രം എന്ന രീതിയിൽ ആ പ്രായത്തിൽ ഏതായാലും കുട്ടിയുടെ കൂടെ കളിക്കേണ്ടതുണ്ട്. ഒരു രണ്ടാമത്തെ പ്രായത്തിൽ അത് അടുത്ത 7 നമുക്ക് സമയം കുറവായതുകൊണ്ടൊന്ന് സ്പീഡ് പോകുന്നുണ്ട്. അവസാനം വല്ലതും ക്ലാരിറ്റി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സെക്കൻഡ് സ്റ്റേജ് രണ്ടാമത്തെ, അവിടെയാണ് കുട്ടികളെ നമ്മൾ മര്യാദകൾ പഠിപ്പിക്കുക. ചില കാര്യങ്ങളെല്ലാം നമ്മുടെ കൾച്ചറും കാര്യങ്ങളും ഒന്നുകൂടി സ്പെസിഫിക് ഫോക്കസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് കുറേയൊക്കെ സ്കൂൾ ടൈം പറയാലോ, ശരിക്കും ഒരു 6-7 മുതൽ ശരിക്കും സ്കൂൾ ടൈം വരുന്നത് ആ ഭാഗങ്ങൾ. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് കൂട്ടുകാരന്മാരെ പോലെ ആവലാണ്. 14-21 കൂട്ടുകാരന്മാരെ പോലെ ആവേണ്ടതുണ്ട്. ഇറ്റ് ബിക്കം ഫ്രണ്ട്സ് വിത്ത് ദം എന്ന് പറഞ്ഞു. ഇതൊരു പ്രാഥമിക ഒരു സ്റ്റേജ് മാത്രമാണ്. ഇനി നമ്മുടെ മക്കളുടെ ഒരു വിഷയത്തില് ഒരു 10 വയസ്സ് കഴിഞ്ഞ മക്കളെ ചുംബിക്കുന്നവര് അല്ലെങ്കിൽ ഹഗ് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? 10-12 വയസ്സ് കഴിഞ്ഞ മക്കളെ ഞാൻ ചോദിച്ചു. അതിന്റെ മുമ്പല്ലേ? അതിന്റെ മുമ്പല്ല. ഒന്ന് പങ്കുവെച്ചാണ്. ഞാൻ ചെയ്യാറുണ്ട്. എന്റെ മൂത്ത മോന് 33 വയസ്സായി. എന്റെ രണ്ടാമത്തെ മോന് 31 വയസ്സായി. ഞാൻ എപ്പോഴും എന്റെ മക്കളെ ഉമ്മയ്ക്കാറുണ്ട്, ഹഗ് ചെയ്യാറുണ്ട്. ഞാനും ചെയ്യാറുണ്ട് സർ. എന്റെ മക്കൾക്ക് 25 വയസ്സായി മൂത്ത ആൾക്ക്, ഇളയാൾക്ക് 22 വയസ്സായി. ഞാൻ എന്റെ കുട്ടികളെ ഹഗ് ചെയ്യാറുണ്ട്, ഉമ്മ വെക്കാറുണ്ട്. യെസ്, വെൽ ഡൺ, വെൽ ഡൺ. ഞാനും ചെയ്യാറുണ്ട് സവിത മാഡം. ഓക്കെ, ഇതിൽ ഞാൻ ആരെന്നെ മണി സാറ് അച്ഛന്മാരൊന്ന് പറഞ്ഞാണേ. ഇതിപ്പം അവസരത്തിന് അനുസരിച്ചിട്ടാണ് ഉണ്ടാകുക. ആ കാര്യങ്ങൾ വരുമ്പോ അത് മനസ്സിലായില്ല. വല്ലപ്പോഴും മാത്രം ആ സന്ദർഭത്തിനനുസരിച്ചിട്ട് ഒക്കേഷൻ വരുന്ന സമയത്ത് മാത്രമാണ്. ഇപ്പൊ മുതിർന്ന സമയത്ത് സാധാരണ ഞാൻ പറയാറുണ്ട്, ഒന്നില്ലെങ്കിൽ പ്രവാസികളാണെങ്കിൽ ഗൾഫിലേക്ക് പോകുമ്പോഴും കിട്ടുള്ള ഒരു ഹഗ് കിട്ടും. ഇനി മുസ്ലിംസ് ആണെങ്കിൽ ഹജ്ജിന് പോകുമ്പോഴും ഉംറക്ക് പോകുമ്പോൾ കിട്ടും. മറ്റത് അമ്പലത്തേക്ക് അല്ലെങ്കിൽ ശബരിമലക്ക് പോകുമ്പോഴും ഒരു ഹഗ്ഗും കാര്യങ്ങളും കിട്ടും. ഈ കൊല്ലത്തിലോ അല്ലെങ്കിൽ 4 കൊല്ലത്തിലോ, അത് പ്രത്യേകിച്ച് അച്ഛന്മാരായിരുന്നു. ഒരു കാഴ്ചപ്പാടാണത്. ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ തലമ കയറും. ഓവർ കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമ ഒരു പ്രത്യേകതര ഒരു വിഷയമാണത്. നമ്മുടെ ഒരു തലമുറയുടെ ഏത് ഗ്യാപ്പിലാണ് ആ ഒരു സാധനം തലമ കയറിക്കുന്നത് എനിക്ക് ഇപ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ ഇന്നലെ സത്യം ഒരു റീൽസും കണ്ടു. അതായത് 18 വെറുതെ ഒരു തമാശക്ക് ഒരു ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. ICU കിടക്കുന്ന എൻ്റെ അച്ഛനെ ഞാൻ 18 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ അച്ഛൻ്റെ കൈയൊന്ന് പിടിച്ചു നോക്കി. അപ്പോഴാണ് നല്ല ചൂടറിയുന്നത്. അപ്പൊ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നൂലേ നിനക്ക് 18 വർഷമായി നീ അച്ഛനെ ടച്ച് ചെയ്തെന്ന് അറിയിക്കാൻ. അപ്പൊ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാണ് അച്ഛനെ ടച്ച് ചെയ്തിരുന്നത്? അപ്പോഴാണ് ആ ചോദിച്ച ആൾക്ക് അപ്പോഴും കത്തുന്നത്, വേഗം വീട്ടിലേക്ക് ഓടുന്നുണ്ട്. ഇത് തിരിച്ചു കിട്ടാൻ വേണ്ടി ചെയ്യണം എന്ന അർത്ഥത്തിനെ പറയാം. തിരിച്ചു കിട്ടണമെങ്കിലും ഒരു വിഷയമുണ്ട്. ഒക്കേഷൻസിന് ഇപ്പൊ പ്രായത്തിന് അത് വേറെ വിഷയമില്ല. ഈ പ്രായം കൂടുന്നതിനനുസരിച്ച് ടച്ചിങ്ങിന് എല്ലാവരും താല്പര്യപ്പെടണമെന്നൊന്നുമില്ല, ഒക്കെ റിയലാണ്. പക്ഷെ ഏത് പ്രായത്തിലും ഒന്ന് കൂട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ, ഒരു നെറ്റത്തൊരു ചുംബനം കൊടുത്തു കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോകാത്ത ടെൻഷനില്ല, മാഞ്ഞു പോകാത്ത പ്രതിസന്ധികളില്ല. അപ്പൊ കിട്ടുന്ന ഒരു റിലീഫ് ഉണ്ട്. അതൊരു ഭയങ്കരമാണ് ഏത് സമയത്തും. ഇപ്പൊ പ്രായം ഞാൻ എപ്പോഴും ആലോചിക്കാണ്, ഈ പ്രായം ഇപ്പൊ വിവാഹം കഴിഞ്ഞ് മക്കളൊക്കെ ഉള്ള അവർക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരിക. ജോലിയിലെ സ്ട്രെസ് ഉണ്ടാവും, പക്ഷെ സ്വന്തം ഭാര്യയിൽ നിന്ന് അനുഭവിക്കുന്ന, മക്കളിൽ നിന്ന് അനുഭവിക്കുന്ന, അവിടുന്ന് വേറെ സ്ട്രെസ് ഉണ്ടാവും. ഇതിന്റെ എല്ലാം ഇടയിൽ മോനെ എന്ത് തന്നെ പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാലും ഞാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന രക്ഷിതാക്കൾ, ആ ഒരു സാധനം ഉണ്ടല്ലോ. നമ്മൾ അന്ന് പറഞ്ഞ ഐ ലവ് യു ബട്ട് അല്ല, ബട്ട് ഐ ലവ് യു, ആ ഒരു സാധനം ഉണ്ട്. അത് കൃത്യമായി നമ്മൾ ഏത് പ്രായത്തിലും കൊടുക്കേണ്ടതുണ്ട്. സാധാരണ ആളുകൾ രണ്ട് വിശപ്പോട് കൂടിയാണ് ജീവിക്കുന്നത്. ഒന്ന് ടച്ചിങ്ങിന്റെ, രണ്ടാമത് റെക്കഗ്നൈസ്, പരിഗണന കിട്ടുന്നതിന്റെ. ഏത് പ്രായത്തിലുള്ള മക്കൾക്കും വ്യക്തികൾക്കും ടച്ചിങ് കിട്ടേണ്ടതുണ്ട്, പരിഗണന ലഭിക്കേണ്ടതുണ്ട്. പരിഗണന ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഒരു കവിത പറഞ്ഞില്ല, താനോളം വളർന്നു കഴിഞ്ഞാൽ താനെന്ന് വിളിക്കണം മക്കളെ. വളരുന്നതിനനുസരിച്ച് നമ്മൾ ഇത് മാറേണ്ടതുണ്ട്.
സംഭവം അച്ഛനും അമ്മനും ഇവന് 80 വയസ്സുണ്ടെങ്കിൽ മക്കൾ തന്നെയാണ്. പക്ഷെ അവരെ ഡീൽ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ആ വയസ്സ് വെക്കുന്നതിനനുസരിച്ച് അവരങ്ങനെ ഡീൽ ചെയ്യേണ്ടതുണ്ട്. തന്നോളം വളർന്നു കഴിഞ്ഞാൽ താനെന്ന് വിളിക്കേണ്ടതുണ്ട്. ഇവിടെ രണ്ട് കാര്യം മാത്രം കൂടി ഞാൻ പങ്കുവെക്കും. ഒന്ന്, പ്രത്യേകിച്ച് ഇപ്പത്തെ 2000 ഒരു ആൽഫ ജനറേഷൻ അല്ലേ, 2024 വരെ, ചില 2000 മുതൽ പറയുന്നുണ്ട്, അത് 2010 മുതൽ വരുന്ന ഇപ്പോഴത്തെ ജനറേഷൻ, അവരെ കൃത്യമായി മനസ്സിലാക്കരുത്. ടെക്കി ജനറേഷനാണ് ഇപ്പോഴത്തെ ടീമിനോട്. ഇപ്പൊ നിങ്ങളെ പേരക്കുട്ടികളായിരിക്കും ഉണ്ടാവുക, മൊബൈൽ ഒഴിവാക്കടാ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ദേ ആർ ഓൺ നാറ്റീവ് ടു മൊബൈൽ. മൊബൈലിന്റെ നാറ്റീവ്സ് ആണ് അവർ, അതിൽ ജനിച്ചവരാണ്. ഗർഭത്ത് കിടക്കുന്ന സമയത്തിന് ഇതെല്ലാം പഠിച്ചു വരുന്ന ടീമാണ്. നമ്മള് അതിലേക്ക് കയറി കൂടിയ ആളുകളാണ്. ഇപ്പൊ ബംഗാളികൾ മലയാളം പഠിക്കണ പോലെ നമ്മൾ മലയാളം പഠിക്കണ പോലെ, നമ്മൾ മലയാളം സിമ്പിൾ ആണ്, ബംഗാളികൾ മലയാളം റിസ്ക് ആണ്. കാരണം അവരിങ്ങോട്ട് വന്ന ആൾക്കാർ, നമ്മൾ ഈ ഒരു ടെക്കി വേൾഡിലേക്ക് വന്നവരാണ്. അവരതിൽ ജനിച്ചു വളരുന്നവരാണ്. അത് അതിൻ്റെതായ സ്വഭാവങ്ങളും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുണ്ടാവും. ശരിക്കും സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? സമയല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ്, മനസ്സിലാക്കലാണ്. ശരിക്കും മനസ്സിലാക്കലാണ്. രണ്ട് കാര്യം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മെ കുറിച്ച്. ഞാൻ വീണ്ടും പറയാം, എൻ്റെ സ്വഭാവം എങ്ങനെയാണ്, എൻ്റെ ഇമോഷൻസ് എങ്ങനെയാണ്, ഞാൻ ഈ പ്രകടിപ്പിക്കുന്ന സമയത്ത് അവരെങ്ങനെ സ്വാധീനിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ചോദിച്ചു നോക്കണ്ടേ, മോനെ എൻ്റെ ചില എല്ലാ പെരുമാറ്റങ്ങളും നിനക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കേണ്ടി വരുമല്ലോ. അപ്പം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൃത്യമായി നമ്മളുണ്ടാവണം, നമ്മെ കുറിച്ചൊരു ബോധ്യം. ചില രക്ഷിതാക്കൾ പറഞ്ഞു തിയറിയും കാര്യങ്ങളെല്ലാം ഉഷാറാണ്, പക്ഷെ ചില സമയത്ത് എന്താണെന്ന് അറിയില്ല, ഒക്കെ കയ്യിന്ന് പോകും. പിന്നെ പോയിട്ടായിരിക്കും ദൈവമേ ഇത് വേണ്ടായിരുന്നില്ല എന്ന് ചിന്തിക്കുന്നത്. ഇവിടെയാണ് സെൽഫ് കെയർ, സ്വന്തത്തെ കെയർ ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ രക്ഷിതാവാണ്, നിങ്ങൾ ഭാര്യയാണ്, നിങ്ങൾ ഭർത്താവാണ്, നിങ്ങൾ മകനാണ്, ചിലപ്പോൾ നിങ്ങൾ അമ്മയാണ്, ചില അമ്മൂമ്മയാണ്. ഇതിലെല്ലാം ഉപരി നിങ്ങളൊരു വ്യക്തിയാണ്. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം കൊടുക്കുമ്പോൾ, സെൽഫ് റെസ്പെക്ട് ഉണ്ടാവുമ്പോൾ മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. സ്വന്തം ശരീരത്തിനെ, സ്വന്തം സമയത്തിനെ, സ്വന്തം ആരോഗ്യത്തെ, സ്വന്തം പ്രവർത്തനത്തെ, സ്വന്തം ജോലിക്ക് നിങ്ങൾ എത്ര കണ്ട് വാല്യൂ കൊടുക്കുന്നുണ്ട്, അതിനനുസരിച്ചുള്ളവർക്ക്, അങ്ങനെ കൊടുക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെയും അങ്ങനെ പരിഗണിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ സ്വർണം, വില കൂടിയ വസ്തുക്കൾ എത്ര കെയർ ചെയ്യാറുണ്ട്? ഇപ്പൊ വിലയില്ലാത്ത വസ്തുക്കൾ നമ്മൾ കെയർ ചെയ്യാറുണ്ട്? ഇല്ല. ആദ്യം സെൽഫ് കെയർ നമുക്ക് കെയർ ചെയ്യേണ്ടതുണ്ട്. സാധാരണ അമ്മമാരോട് പറയാറുണ്ട്, നിങ്ങൾ എപ്പോഴും പറയും സമയമില്ല എന്ന്. നിങ്ങൾ ആ സമയമില്ല എന്ന് പറയുന്ന സമയത്ത് ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ടോ തോന്നുന്നു, സാധാരണ അമ്മമാരുടെ അല്ലെങ്കിൽ ലേഡീസിന്റെ വീട്ടിൽ ഹോം മേക്കേഴ്സ് ആണെങ്കിൽ 12-1 മണിയാവും അവർക്ക് ജോലി കഴിയാൻ. സാധാരണ ഇതിൽ അങ്ങനെ തന്നെയല്ലേ? സിന്ധു മേഡങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളാണോ? സാധാരണ 12-1 മണിയാവും. ഞാൻ പറയണേ, മണി സാറാണ് മറുപടി പറയേണ്ടത്. ഇവർക്കൊരു ഓഫർ കൊടുക്കുകയാണ്, നിങ്ങളെ പണി കഴിഞ്ഞ ഉടനെ നിങ്ങൾ സ്വന്തം പേരേക്ക് പോയിക്കോളിന്ന്. അപ്പൊ എപ്പോ പണി കഴിയും? വീട്ടു ജോലി കഴിഞ്ഞ ഉടനെ ഇവിടെ സ്വന്തം വീട്ടിലേക്ക് പോയിക്കോളി. അപ്പൊ ഇവരുടെ പണി എപ്പോ കഴിയും? എല്ലാവർക്കും പറയാം, നേരത്തെ കഴിയില്ലേ? നമ്മളൊരു കാര്യത്തിന് പ്ലാൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യണ്ടേ? അതെ. അപ്പൊ ഒരു പണി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടെങ്കിൽ വേഗം കഴിയും. ഇതൊന്നും ഇല്ലാത്തോണ്ട് ഇങ്ങനെ തള്ളി നീക്കാണ്. എന്നിട്ട് കംപ്ലൈന്റ് ആണ്, ഒന്നിനും സമയമില്ല എന്നുള്ളത്. അവിടെ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് സെൽഫ് കെയർ. വായിക്കാൻ, ചിലത് കണ്ടെത്താൻ, ചില പ്രവർത്തനങ്ങൾ ചെയ്യാൻ സമയങ്ങൾ. ആ സമയം അപ്പൊ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. ആ ഹാപ്പിനെസ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് അത് പ്രസരിപ്പിക്കാൻ സാധിക്കും. സ്വന്തം ഹാപ്പിനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ആസ് എ പേരന്റ് എന്നുള്ള ഒരു ഹാപ്പിനെസ് കിട്ടാത്തത്. ആസ് എ വൈഫ് എനിക്ക്
ഹാപ്പിനെസ് ലഭിക്കാത്തത്? മനസ്സിന്റെ ഉള്ളകത്തുള്ളതല്ലേ പുറത്ത് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ സെൽഫ് കെയർ അനിവാര്യമാണ്. ഒന്ന്, മക്കളെ മനസ്സിലാക്കുക. രണ്ട്, ഇമോഷൻസ് കൃത്യമായിട്ട് ആ കാര്യം അങ്ങനെ തന്നെ റിയൽ ഇമോഷൻസ് പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതെന്താ ഉദ്ദേശിച്ചത്? നമ്മളൊന്നും നമ്മുടെ മക്കള് വൈകി വന്നു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ആദ്യം സങ്കടം വരും. സാധാരണ വരുന്ന സമയത്ത് മക്കൾ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് സങ്കടം വരും, ഭയം വരും. പിന്നെ 3-4 മണിക്കൂറും കഴിയുന്ന സമയത്തും കുട്ടി വരുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം കൂടിക്കൊണ്ടേയിരിക്കും, ടെൻഷൻ വന്നിട്ടുണ്ടാവും. പിന്നെ 1 മണിക്കൂർ വൈകിയിട്ട് കുട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രകടിപ്പിക്കുന്ന ഇമോഷൻസ് എന്താണ്? ദേഷ്യം. ദേഷ്യം. നമ്മൾ അധിക ദേഷ്യങ്ങളും സങ്കടത്തിന് റീപ്ലേസ് ചെയ്യലാണ്. ശരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് പറഞ്ഞിരുന്നെങ്കിൽ, സങ്കടമായിട്ടുണ്ടോ, പേടിയായിട്ടുണ്ടോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, പിന്നെ ഇല്ലീഗലായിട്ടാണ് കുട്ടി വൈകിയതെങ്കിൽ കുട്ടി പിന്നെ ഡിലേ ആവില്ല. അപ്പൊ നമ്മൾ വരുന്ന ഇമോഷൻസിനെ, എനിക്ക് ആ ഇമോഷൻസ് ഇപ്പൊ ദേഷ്യമാണെങ്കിൽ ദേഷ്യപ്പെടണം എന്നർത്ഥത്തിനല്ല, സങ്കടമാണെങ്കിൽ ഓവർ സങ്കടപ്പെട്ട് ഇരിക്കണം എന്നർത്ഥത്തിനല്ല പറഞ്ഞത്. ഇതാണ് എൻ്റെ ഇമോഷൻസ് എന്ന് നമുക്കൊരു ബോധ്യം വേണം. ഈ ഇമോഷൻ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ അത് ആരുമായി ബന്ധപ്പെട്ടതാണോ ആ ഇമോഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, അത് അവരോട് പങ്കുവെക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത്, ഒന്ന്, മക്കളുടെ കൂടെ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ കളിക്കേണ്ടതുണ്ട്. പിന്നെ അവരെ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അവരോട് നമ്മൾ പ്രകടിപ്പിക്കുന്ന ഇമോഷൻസ് അത് കൃത്യമാവണം. അതിൽ കാബടി ഉണ്ടാകാൻ പാടില്ല. ലാസ്റ്റ്, നിങ്ങളുടെ ഏതൊരു സ്വഭാവമാണ് എൻ്റെ മക്കൾ പിൻപറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം പറഞ്ഞാണ്. എല്ലാ വിഷയത്തിലും നിങ്ങളെ മാതൃകയാക്കണം എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ സാധിക്കില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് പറയാൻ സാധിക്കണം, മോനെ നീ എൻ്റെ പോലെ ആവൂ എന്നത്. അത് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഏത് വിഷയത്തിൽ ഒരു വിഷയം നിങ്ങളൊന്ന് പങ്കുവച്ചാണ്, ഈ വിഷയത്തിൽ ഞാൻ ഉഷാറാണ്, ആ വിഷയത്തിൽ എൻ്റെ മോന് എൻ്റെ പോലെ ആയിക്കഴിഞ്ഞാൽ മകൻ വിജയിക്കാൻ ചാൻസ് ഉണ്ട്. റോൾ മോഡൽ, രക്ഷിതാക്കൾ റോൾ മോഡൽ ആവേണ്ടതുണ്ട്. ഏത് വിഷയത്തിലായിരിക്കും നമുക്ക് പറയാൻ സാധിക്കുക? ഹലോ നമ്മളെ പറഞ്ഞോളൂ. ക്ലിയർ ആയില്ല സർ, അതാണ്. ബഷീർ സാറെ, ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് ചെയ്ത ഉപകാരമായിരുന്നു. റേഞ്ചിന്റെ വിഷയം തോന്നുന്നു. 1-2 വേഗം പറയുമ്പോൾ സമയം അവസാനിക്കാറായിരിക്കണം. ഒരാളും കൂടി. അത് പറയാ, ഞാൻ ആരുടെ ആക്ഷേപം കാര്യങ്ങളില്ല, പക്ഷെ നമ്മളതിൽ കണ്ടെത്തേണ്ടതുണ്ട്. ഏത് വിഷയത്തിൽ ഓക്കെ സാർ. അത് ഞാൻ ടീച്ച് ചെയ്യും. അപ്പൊ അത് ഭാവി തലമുറ ഫോളോ ചെയ്യണം എന്ന് പറയാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. ഓക്കെ. ഇപ്പൊ നമുക്ക് അങ്ങനെ 1-2 വിഷയങ്ങളിലൊക്കെ നമുക്ക് സമയത്താണല്ലോ, 1-2 വിഷയങ്ങളിലും നമുക്ക് വേണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതില് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് 2 കാര്യങ്ങൾ രക്ഷിതാക്കൾ കൃത്യമായി കെയർ ചെയ്യുക. ഒന്ന്, ഈ ജനറേഷൻ, ചില ബഹുമാനം എന്ന കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് ഇല്ല എന്ന രീതിയിലല്ല, മറിച്ച് അവിടെ പേഴ്സ്പെക്റ്റീവ് കുറേ മാറിയിട്ടുണ്ടാവും. നമ്മൾ വരുമ്പോൾ എണീറ്റ് നിൽക്കണം എന്നില്ല, എല്ലാവരും അങ്ങോട്ട് ചെല്ലണമെന്നില്ല, പക്ഷെ റെസ്പെക്റ്റ് ഒക്കെ ആ മക്കൾക്കുണ്ട്. മക്കളുടെ ഒരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ അവരുടെ നന്മകൾ ആദ്യം പറഞ്ഞുകൊണ്ട് നാം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. കുട്ടികളെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ടോട്ടൽ പറഞ്ഞത്, നാം പാരന്റിങ് എന്നുള്ളത് ഒരു അവസരമാണ്, ഇറ്റ് ഈസ് നോട്ട് എ ഡ്യൂട്ടി. പിന്നെ കുട്ടിയുടെ കൂടെ നിൽക്കാൻ നാം തയ്യാറാവുക.
എന്ത് പ്രതിസന്ധി പ്രയാസം ഉണ്ടാവുന്ന സമയത്ത് കൂടെ നിൽക്കേണ്ടതുണ്ട്. അവരെ നിന്ന് ബ്ലണ്ടർ മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കൂടെ നിന്നിട്ടാണ് നാം തിരുത്തേണ്ടത്. അവരെ ആക്ഷേപിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. പിന്നെ ഒരു സ്വഭാവത്തിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ കാരണമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇലകൾ വാടുന്ന സമയത്ത്, പൂക്കൾ വാടുന്ന സമയത്ത് ആ മരത്തിന്റെ, ആ ചെടിയുടെ വേരിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ചില സമയങ്ങളിൽ കുറച്ച് ചെറിയൊരു പൊടിക്കൈകൾ മാത്രമേ ഇലകളിൽ കൊടുക്കേണ്ടതുള്ളൂ. പക്ഷെ ആ ഒരു പ്രശ്നത്തിന്റെ റിയൽ കാരണം എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് തയ്യാറാവേണ്ടത്. ഇപ്പൊ അധികം ചെയ്യുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാല് ആ റിസൾട്ടിന്മേൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ റിയൽ കാരണം കണ്ടെത്താൻ സാധിക്കില്ല. ഇതിന് ഇപ്പോഴത്തെ മക്കളുടെ രീതിയിൽ അവർ ഓപ്പൺ മൈൻഡാണ്. ഇപ്പൊ എന്ത് കച്ചറ കളിച്ചിട്ടാണെങ്കിലും അവരെന്ത് ചെയ്യും? അവർ ഓപ്പണായി പറയും. അതെന്താ ഇപ്പൊ ഇതുള്ളത്? അധ്യാപകരോടും രക്ഷിതാക്കളോട് പറയുന്ന പറച്ചിൽ കഴിഞ്ഞാൽ ദൈവമേ ഇതൊക്കെ രക്ഷിതാക്കളോട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു പോയി നമ്മള്. കാരണം അവർ ഇപ്പോഴത്തെ ജനറേഷൻ ഓപ്പൺ ആണ്. അവർ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയും. അപ്പോൾ റിയൽ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടക്കുക. മനസ്സറിഞ്ഞുള്ള കമ്മ്യൂണിക്കേഷൻ, ഹേർട്ട് ടു ഹേർട്ട്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതുണ്ട്. ആ കൃത്യം നടത്തി കഴിഞ്ഞാൽ മക്കളെ കൃത്യമായി നമുക്ക് ഉപകാരപ്പെടണം എന്ന രീതിയിലല്ല, മക്കളെ ഉഷാറാക്കണം എന്നൊരു പർപ്പസിൽ നാം വളർത്തേണ്ടതുണ്ട്. അങ്ങനെ വളർത്തുവാൻ, അങ്ങനെ നല്ല രക്ഷിതാവാകുവാൻ നാം ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. പിന്നെ നമുക്ക് ഫീഡ്ബാക്ക് സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ആരാണ് ആദ്യം ഫീഡ്ബാക്ക് പറയുന്നത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കില്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് മുന്നോട്ട് വരാം. ഹായ്, മാജിക് മോർണിംഗ്. ഹായ് സാറേ, ഞാന് എന്താ പറയാ, അതില് നല്ല ഭാഗ്യമുള്ള ഒരാളാ. ഇപ്പോഴും മക്കളെ വളർത്താൻ, കുഞ്ഞു മക്കളെ വളർത്താനുള്ള ഭാഗ്യമുള്ള ഒരാൾ. കാരണം ഞാൻ അംഗൻവാടി ടീച്ചറാണ്. 3 വയസ്സ് തൊട്ടിട്ട് 5 വയസ്സ് വരെ, 6 വയസ്സ് വരെ, 6 വയസ്സ് വരെ എത്താറില്ല, 5 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇന്നും എന്റെ അംഗൻവാടിയിലുണ്ട്. അപ്പൊ അവരെ കെയർ ചെയ്യാൻ കിട്ടുന്ന ആ ഒരു അവസരം, ഞാൻ ദൈവത്തിനോട് നന്ദി പറയണ്. കാരണം നമ്മളെ സ്ട്രെസ് കുറേ കുറയ്ക്കാം. നമ്മൾ അംഗൻവാടി ചെന്നിരുന്ന് എന്തെങ്കിലും ഫീലിങ്സ് നമ്മളെ കണ്ണ് നിറഞ്ഞു പോയാൽ നമ്മളെ ചുറ്റും വന്ന് നിൽക്കും കുട്ടികൾ. എന്തിനാ ടീച്ചർ കരയണ്, എന്താ ടീച്ചറെ സങ്കടം, ഇങ്ങനെ ചോദിക്കുമ്പോ കിട്ടുന്ന ആ ഒരു എന്താ പറയാ, ആ കുഞ്ഞു മനസ്സിൽ കിട്ടുന്ന ഒരു ഇത്, അതെനിക്ക് ഇപ്പോഴും ഭാഗ്യമുണ്ട് എന്നുള്ളതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പൊ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യം സാറ് പറഞ്ഞതില് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് നമ്മളെ കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ അംഗൻവാടി കുട്ടികളായിക്കോട്ടെ, അവരുടെ നല്ലൊരു പ്രായമാണ് ജനിച്ച് 6 വയസ്സിനുള്ളിലുള്ള ആ ഒരു പ്രായം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കെയറിങ്, അത് അവരേനെ എന്താ പറയാ, ജീവിതത്തില് അവര് ഓരോ എന്താ പറയാ, മാനസികമായിട്ട് കുട്ടികൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു അന്തരീക്ഷവും ആ ഒരു സ്നേഹവും ഒക്കെ തന്നെയാണ് അവരെ വളർച്ചയെ നന്നായി ബാധിക്കുന്നുള്ളത് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ അനുഭവത്തിൽ ഒരു കുട്ടിയുണ്ട്, എന്നും വീട്ടിലെ രക്ഷിതാക്കള് തല്ലുകൂടിയിട്ടും തകരാറുകൂടിയിട്ടും അമ്മ പിണങ്ങി നിന്നിട്ടും, പക്ഷെ ആ കുട്ടി ഇപ്പോ എന്താ പറയാ, അതൊക്കെ കണ്ടു വളർന്നത് കൊണ്ടാ തോന്നുന്നുണ്ട്. അവനും അതെ, തീരെ പറഞ്ഞ ഒരു അനുസരണയില്ല. ആ കുഞ്ഞു മനസ്സിൽ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്, അത് അവന്റെ തലച്ചോറിൽ എന്തൊക്കെയോ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു അതിൻ്റെതായിട്ടുള്ള എല്ലാ ഇതും അവന്റെ സ്വഭാവത്തിൽ നമുക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഒന്ന് കൗൺസിലിങ്ങിന് മോനെ കൊണ്ടുപോകണം എന്ന് ഞാൻ അങ്ങനെ പറയുന്നുണ്ട്. കാരണം അതിലൂടെയെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പൊ 7 വയസ്സായി. അപ്പൊ നമ്മള് വളർത്തുന്ന ആ ഒരു സാഹചര്യം, നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹമൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങളെ അവര് വലുതാവും തോറും അവരെ നന്മകളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ സാറേ, നല്ല ക്ലാസ് ആയിരുന്നു. പാരന്റിങ് എത്ര കേട്ടാലും മതിയാവാത്തൊരു ക്ലാസ്സാ. കാരണം അത് കേൾക്കും തോറും നമ്മളിൽ എന്തൊക്കെ പോരായ്കൾ ഉണ്ടായിരുന്നു, നമ്മളിപ്പോ എങ്ങനെയൊക്കെയാണ് കുട്ടികളോട് പെരുമാറുന്നത് മനസ്സിലാക്കി അതിനെ തിരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. സത്യമാണ് സാറേ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു സാറേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സിന്ധു മാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ പറയുന്നേ?
മാജിക് മോർണിംഗ് നാഫി സാർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ല പ്രസന്റേഷൻ. നമ്മൾ ഈ പാരന്റിങ് അത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് കുട്ടികളെ നല്ല നല്ല സ്വഭാവമുള്ള നല്ല വ്യക്തികളായിട്ട്, നല്ല സ്നേഹമുള്ള കരുണയുള്ള ആൾക്കാരായിട്ട് വളർത്താനും സമൂഹത്തിന് അത് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളവരായി നല്ല വ്യക്തികളായിട്ട് മാറ്റാനുള്ള ഒരു നല്ല ക്ലാസ് ആയിരുന്നു അത്. അവരെ എങ്ങനെ ചെറുപ്പകാലം മുതൽ നമ്മൾ അവരെ സ്നേഹിക്കാനും അവരെ കൂടെ ഒപ്പം നിൽക്കാനും അവരെ മനസ്സിലാക്കി അവരെ കാര്യങ്ങൾ ഏത് പ്രായത്തിൽ ശരി ഹഗിന്റെ കാര്യം സാറൊക്കെ പറഞ്ഞത് വളരെ മനോഹരമായിട്ടുണ്ട്. കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനുള്ള ഒരു നല്ല കാര്യങ്ങളാണ് സാർ പറഞ്ഞു തന്നത്. അത് നല്ല ഉപകാരപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. നല്ലതായിരുന്നു. താങ്ക് യു മനു സർ. ബഷീർ സർ. ഓക്കെ. മാജിക് മോർണിംഗ് കേൾക്കാമോ? കേൾക്കാം. നേരത്തെ ശബ്ദം പ്രശ്നമുണ്ടായി. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പാരന്റിങ് പുതിയ ലേറ്റസ്റ്റ് ആൽഫ ജനറേഷന്റെ പാരന്റിങ് വ്യത്യാസമുണ്ട്. നമ്മൾ അനുഭവിച്ച പാരന്റിങ്ങും ഇതേറ്റും അജഗജാന്തരം. നമ്മളെ ചെറുപ്പത്തിൽ പാരന്റ് ചാരികസേലയിൽ ഇരിക്കലും നമ്മൾ പിന്നെ കൂടെ പോകുക. എന്തെങ്കിലും നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഉമ്മ മുഖാന്തരം അവതരിപ്പിക്കുക. ആ കാലഘട്ടം പോയി ഇപ്പം വാപ്പി മോനും തോള് കൈയിട്ട് നടക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പൊ ഇതൊക്കെ ചേഞ്ച്, പാരന്റിങ്ങിന്റെ ഓരോ ചേഞ്ചുകളാണ് ഓരോ ജനറേഷൻ അനുസരിച്ച്. ഇപ്പോഴത്തെ സാറ് പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ ജനറേഷൻ ബോൺ ഇൻ ടെക്നോളജിയാണ്, നമ്മൾ ഇമിഗ്രൻസ് ആണ്. ആ വ്യത്യാസം ഉണ്ടാവും. എനിവേ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു ബഷീർ സർ. വേറെ ആരാ ഇനി പറയുന്നേ? ഷീജ മാം. എന്നെയാണോ വിളിച്ചേ? ഷീല എന്നാണോ? ഓക്കെ മാം പറഞ്ഞോളൂ. പറഞ്ഞോളാം. ഓക്കെ. പാരന്റിങ് നല്ലൊരു ക്ലാസ് സാറേ. കാരണം ഇപ്പം ബഷീർ സാർ പറഞ്ഞതുപോലെ നമ്മൾ ജീവിച്ച കാലഘട്ടത്തിലെ പാരന്റിങ് വേറെ, ഇപ്പോൾ നൽകുന്ന പാരന്റിങ് വേറെ. സാർ വ്യക്തമായിട്ട് ഓരോ കാലഘട്ടം തിരിച്ച് നാം എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത്, അല്ലെങ്കിൽ നമ്മളിൽ എന്ത് പോരായികയുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നികത്തി കൊണ്ടുപോകേണ്ടത്. ഇപ്പം പ്രായമായ ഇപ്പം ഇതിലുള്ള കൊച്ചുമക്കളൊക്കെ ഉള്ളവർക്കും തീർച്ചയായിട്ടും അവരെ ഇപ്പം കൊച്ചുകുട്ടികളെ നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലൂടെയായിരുന്നു. കാരണം കൊച്ചുകുട്ടികളുടെ കൂടെ കളിക്കണം, അവരെ നമ്മൾ ശരിക്കും പാരന്റിങ് നമ്മുടെ ഡ്യൂട്ടി അല്ല, ഇതൊരു റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള നല്ല പോയിന്റ്സ് ഒന്നുകൂടെ മനസ്സിൽ കൂട്ടിയുറപ്പിക്കാൻ സാധിച്ചു. താങ്ക് യു വെരി മച്ച്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ. താങ്ക് യു ഷീല മാം. വേറെ ആരാ പറയുന്നേ? ഓക്കെ, പാരന്റിങ്ങിനെ കുറിച്ചായിട്ട് ആർക്കും ഒരു അഭിപ്രായം പറയാനില്ലേ? ഹലോ, പറഞ്ഞോളൂ മാം. മാജിക് മോർണിംഗ് സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, ഫീഡ്ബാക്കുകളും കേട്ടു. ഒരുപാട് നല്ല, അതായത് പലതരത്തിലുള്ള ഡിഫറെന്റ് ജനറേഷനിലുള്ള കുട്ടികളെ എങ്ങനെ എന്താ പറയാ വളർത്തേണ്ടത് എന്നതിനെ കുറിച്ചും പിന്നെ ആ ഒരു ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ചും നമുക്ക് മനസ്സിലായി. നമ്മളിലെ പോരായ്മകളും നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ദിവ്യ മാം. ഓക്കെ, ഇനി ആരെയും പറയുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോ പാരന്റിങ്ങിനെ കുറിച്ച് നല്ലൊരു ക്ലാസ് സെഷൻ എടുത്ത നാഫി സാറിന് താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു ഓൾ.